Hello, welcome back to my channel. ഉച്ചയാണ്. അപ്പോൾ ഒരു സീബാത്ത് ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുണ്ടി ബീച്ചിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ പുറപ്പെടുന്നു. ഇപ്പോഴെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് തുണ്ടി ബീച്ചിലേക്കാണ്. ഇപ്പം ഉച്ച ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ബിക്കോസ് ഇവിടുത്തെ ആൾക്കാർക്ക് ഉച്ചയ്ക്ക് ഒരു സ്നാപ്പ് എടുക്കുന്നത് പതിവാണ്. സോ ഞങ്ങളിപ്പോൾ ഹെച്ചിലേക്ക് എത്തിയിരിക്കുന്നു. ഹെച്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഹെലിപ്പാഡ് മീൻസ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന പ്ലേസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം തന്നിട്ടുണ്ട്. കാണാത്തവര് ജസ്റ്റ് പോയി കണ്ടോളൂ. ഞാൻ നേരത്തെ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ആണ് ആക്ച്വലി ഇത്. ഒറിജിനൽ റീൽ ഇൻസ്റ്റഗ്രാം പേജിൽ ഉണ്ടാവും കേട്ടോ. Lepiste jugama baruta mana me Famsamane teki apa faruluwane ye Mikamuga aburudahe me mihivani Mashane filbani matiga vi amira ki Latifu vi mahilani Hagiga tabbazira ki amira ki Midenne vi mihemmi taga raska menne tima mida vilaki Dharma baka mabbala hasad lima vi Karuna bala murago gata malakima vi Dashwana arga farwa bana basamgane plus moga dana Bakarta fatu vi hejelnas adhor kottike ba sahablane ba Dekku mufedda marwane ba Farwane ba Kuruna hibaru balwane ba Adwa bezarum Durante hediye mitaga galladum Fobegen daniye dila hasgalum Odebegen daniye vihaba bastadum Diye faslamun Deveni Misra benim സോ എല്ലാ സാഹസവും കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ സ്പോട്ടിലേക്ക് എത്തി. ഇതാണ് ഞങ്ങൾ ഇന്ന് കടൽ കുളിക്കാൻ ഇറങ്ങാൻ പോകുന്ന പ്ലേസ്. ഈ കാണുന്ന ഈ ചെടിയൊക്കെ ഇവിടെ സുലഭമായിട്ട് കാണാൻ പറ്റുന്നതാണ്. അതിന്റെ പേര് എനിക്കറിയില്ല. അറിയുന്ന ആൾക്കാർ പ്ലീസ് കമന്റ് ബിലോ. ഇതെന്താന്ന് കണ്ടോ? ഇത് ഒരു തരം കൈതയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിൽ പറയുന്നത് കശിക്കവ് എന്നാണ്. ഇതില് ഇംഗ്ലീഷിൽ പറയുന്നത് സ്ക്രൂ പാം എന്നാണ്. ഇതിലൊരു ഫ്രൂട്ടും വരാറുണ്ട്. അത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അതിലങ്ങനെ വരാറുണ്ട്. അത് കഴിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഈ വെള്ളം കണ്ടോ ഇങ്ങനെ ഒഴുകി വരുന്നത്? ഇപ്പോൾ ഈ ഹൈ ടൈഡ് ആയതുകൊണ്ട് ഈ കടലിലത്തെ വെള്ളം ഇങ്ങോട്ട് ഇപ്പോൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ലോ ടൈഡ് ആകുമ്പോഴത്തേക്കും തിരിച്ച് കടലിലേക്ക് അത് തിരികെ പോകും. പിന്നെ ഈ വെള്ളത്തിൽ ചെറിയ ചെറിയ മീനുകളൊക്കെയും കാണാൻ പറ്റും. കുഞ്ഞ മീനുകൾ. ഈ ചെറിയ കല്ലൊക്കെ ആ ഒരു പെബിൾസ് ഒക്കെ കണ്ടില്ലേ? അതൊക്കെയെന്ന് പറയുന്നത് ഈ കോറൽസിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക അടർന്നു വരുന്ന ചെറിയ ആ ഒരു പാർട്ടിക്കിൾസും അങ്ങനെ കുറേ ഇതൊക്കെ
കൂടിയിട്ടാണ് ഈ സീ ഷോറിലേക്ക് വന്നടിയുന്നത്. അപ്പോൾ അതിൻ്റേതായ ആ ഒരു ഇതൊക്കെയാണ് ഈ കാണുന്നത്. കണ്ടോളൂ, എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ലൈറ്റ് ബ്ലൂ കളറിൽ ഈ വെള്ളം പോയി ജോയിൻ ആവുന്നത് ആ ഒരു ചെറിയൊരു ലേക്ക് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, കാണാത്തിൽ പോയി കണ്ടോളൂ. അവിടോട്ടാണ് പോകുന്നത്. പിന്നെ ഈ ലോ ടൈഡ് ആകുമ്പോഴത്തേക്ക് ഇവിടെ വെള്ളം ഒന്നും ഉണ്ടാവാറില്ല. ഈ ഫുൾ മണൽ മാത്രമായിരിക്കും. ഇതാ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഉള്ള ഒരു സീനാണ്. ഇവിടെ വെള്ളം ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ലോ ടൈഡ് ആയപ്പോഴത്തേക്കും വെള്ളം ഫുൾ ഒഴുകിപ്പോയി. പിന്നെ ഉള്ള വെള്ളമൊക്കെ ഈ എന്താ പറയുക ഇവാപ്പറേറ്റ് ആയി പോയേക്കുവാണ്. ഇത് ഇങ്ങനെയായിരിക്കും ഈ വഴി ഉണ്ടാവുക, ഒന്നും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ ഹൈ ടൈഡൊക്കെ ആകുമ്പം കടലൊക്കെ ഇച്ചിരി റഫാകുമ്പോൾ ആ വെള്ളം എല്ലാം കയറി വന്നേക്കുവാണ്. കണ്ടോ, ഇങ്ങനെ ഉള്ളൊരു സ്ഥലമാണ് വെള്ളം കൊണ്ട് ഫുള്ള് നിറഞ്ഞേക്കുന്നത്. സോ അപ്പം ഞങ്ങളുടെ ഇന്ന് ഞങ്ങൾക്ക് ഇതാ ഇങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ. ഇന്ന് നല്ല വെയിലും ഉണ്ട്, പക്ഷെ എന്നാലും നല്ല ഹൈ ടൈഡ് ആയതുകൊണ്ട് വെള്ളം ഫുൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ പാറ്റേൺസ് എന്താന്ന് മനസ്സിലായോ? അതെ, ഇതാണ് വേവ്സ് വന്ന് സീ ഷോറിൽ ഉണ്ടാക്കുന്ന രൂപങ്ങൾ. നല്ല ഭംഗിയല്ലേ കാണാൻ. സംടൈംസ് നമുക്ക് ഈ ആകാശത്തൊക്കെ കാണാൻ പറ്റും ഇങ്ങനെ ഓരോ ഫോർമേഷൻസ് ഒക്കെ. ആ സെയിം ആ ഒരു ഫോർമേഷൻസ് ആണ് നമുക്ക് ഈ ഭൂമിയിലും കാണുന്നത്. അപ്പൊ ഇനി ഞങ്ങള് തിരിച്ചു പോവാനുള്ള ടൈം കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ തുണ്ടി ബീച്ച്, അതായത് ഏറ്റവും സദേൺ മോസ്റ്റ് ഏരിയ ആണ് ഞങ്ങളുടെ ഐലൻഡില്. ഇനി ഞങ്ങള് പോകുന്നത് വീട് ഭാഗത്താണ്. അതായത് ആ ഒരു വീട്ടിൽ എല്ലാവരും താമസിക്കുന്നത് ഐലൻഡില് നോർത്തിലാണ്. ആ ഒരു നോർത്ത് സൈഡിലുള്ള ആ ഒരു പോർഷൻ ഞങ്ങളിനി അങ്ങോട്ടേക്ക് പിന്നെ ഇവിടെ സ്കൂബ ഡൈവിംഗ് ഒക്കെ അവൈലബിൾ ആണ്. ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് സുഖമായിട്ട് ചെയ്യാം. അടിപൊളിയാണ്. വൺസ് ഇൻ എ ലൈഫ് എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് സ്കൂബ ഡൈവിംഗ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഞങ്ങളുടെ ബീച്ച് റോഡ്. അപ്പോൾ ഇത് വരുന്നത് ഞങ്ങളുടെ ആ ഒരു വില്ലേജ് ഏരിയയിലാണ്. ഈവനിങ്ങിൽ റിലാക്സ് ചെയ്യാനായിട്ട് ഇവിടെയാണ് ആൾക്കാർ വരുന്നത്. ഇതിന് ആഷി എന്ന് പറയും. ആ വഴികളൊക്കെ ഓരോ വില്ലേജിലേക്ക് കയറാനുള്ള ആ ഒരു ബൗണ്ടറീസ് ആണ്. എല്ലാ വില്ലേജിലേക്ക് ഇറങ്ങാനായിട്ട് ഓരോ വഴികളൊക്കെ ഉണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പം ഞങ്ങൾ ഏറ്റവും വടക്ക് ഭാഗം എത്തി. ഇതാണ് ഇവിടെ ഞാൻ അതിന് മുമ്പത്തെ വീഡിയോയിൽ, ഞാൻ ഷിപ്പിൽ വന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നേവൽ ബേസ് എന്ന് പറഞ്ഞിട്ട്. അത് ഏറ്റവും വടക്ക് ഭാഗത്താണ്. ആ ഒരു പ്ലേസ് ആണ് ഇത്. നേരത്തെ ഇവിടെയായിരുന്നു നവോദയ വിദ്യാലയ ഉണ്ടായിരുന്നത്.
ആ ബോർഡിംഗ് സ്കൂളില്ലേ, അത് ഇവിടെ ആയിരുന്നു. ഇപ്പോഴാണ് അത് മാറ്റിയേക്കുന്നത്. ദേ ഈ കാണുന്ന ബോട്ടൊന്നും ഞാൻ നേരത്തെ ഒന്നും ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു ബോട്ട് കാണുന്നത് ഇവിടെ. അപ്പോൾ യെസ്, അപ്പോൾ അങ്ങോട്ടേക്ക് ഒരുപാട് പോകാനുണ്ട്. ഞങ്ങൾക്ക് ഇന്നൊന്നും പോകാൻ പറ്റില്ല, കാരണം ടൈം ഞങ്ങൾക്ക് അവൈലബിൾ അല്ല. നേരത്തെ വരും, ഒരു 3 ഉച്ചയ്ക്കൊക്കെ വരണം. ഒരു 2 o'clock വന്നിട്ട് അങ്ങ് അകലെ വരെ പോകാനുണ്ട്. ഒരു 1 hour ഒക്കെ എടുക്കുന്നു തോന്നുന്നു. 1 hour കൂടുതൽ എടുക്കുമെന്ന് തോന്നുന്നു, അറിയില്ല. ഞാൻ പോയിട്ടില്ല, പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി എപ്പോഴെങ്കിലും വന്നിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഈ പ്രാവശ്യം ഞങ്ങളുടെ കയ്യിൽ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങോട്ട് പോകണമെങ്കിലും ട്രക്കിങ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അവിടെ ഫുൾ ഈ കോറൽ ഷോർസ് ആണ്. ഈ കോറൽസ് ഒക്കെ നിറഞ്ഞിരിക്കുക അവിടെ പോകുന്ന വഴിക്കൊക്കെ. പിന്നെ ദേ കണ്ടോ, ഇതെന്താണെന്നറിയോ? ഇതാണ് ഹെർമിറ്റ് ക്രാബ്സ്. ഇത് എന്ന് പറയുന്നത് സാധാ നമ്മുടെ ഈ ഞണ്ടുകളില്ലേ, അതുപോലെ ഒന്നുമല്ല. ഇതിൻ്റെ ഈ പുറന്ന് പറയുന്നത് ഈ തോടൊന്നും ഉണ്ടാവില്ല, അത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അത് ഈ കാണുന്ന ഈ സീ ഷെൽസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിലൊക്കെ അത് കയറി അവരുടെ ആ ഒരു ഹോം ഉണ്ടാക്കും. ചില സമയത്ത് അത് നമുക്ക് ഈ ഐസ്ക്രീമിൻ്റെ ഒക്കെ ആ ഒരു പാത്രമൊക്കെ ഇല്ലേ, അതിലൊക്കെയും കാണാൻ പറ്റും. ചില സമയത്ത് അത് എന്താ പറയുന്നത്, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ കുപ്പിയുടെ ആ ഒരു അടപ്പൊക്കെ ഇല്ലേ, അതിലൊക്കെയും കയറും. അത് വലുതാവും തോറും അതിൻ്റെ ആ ഒരു തോട് മാറി 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 ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ അവർക്ക് ചില സമയത്ത് കൺഫ്യൂസ് ആവും, ഇത് ശരിക്കും അവരുടെ ഈ ഒരു നാച്ചുറൽ ഇതാണോ അല്ല എന്താ പറയുക പ്ലാസ്റ്റിക് ആണോ എന്നൊന്നും അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പ്ലാസ്റ്റിക് ഒക്കെ ബാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പുറത്ത് കണ്ടതാണ് ഞങ്ങളുടെ ആ ഒരു എന്താ പറയുന്നത് പടിഞ്ഞാറ്. ഈ കാണുന്നതാണ് കിഴക്ക്. കണ്ടോ, അപ്പുറം ഇപ്പുറം നമുക്ക് കാണാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഇത് ഈ നാരോ ആയിട്ട് വരുന്ന ആ ഒരു പോർഷനാണ് ഞങ്ങളുടെ ഐലൻഡിൽ. അപ്പം അപ്പുറം ഇപ്പുറം ഞങ്ങൾക്ക് ആ ഒരു സെൻറ്ററിൽ തന്നെ നിന്നിട്ട് നോക്കിയാൽ കാണാൻ പറ്റും കിഴക്കും പടിഞ്ഞാറും. യെസ്, ആ കാണുന്ന ആ ഒരു അറ്റം വരെ പോകാൻ പറ്റും. പക്ഷെ ആ ഒരു സ്ഥലത്തേക്ക് പോകാനാണ് ഞാൻ പറഞ്ഞത്, ഇച്ചിരി ട്രക്കിങ് ചെയ്തിട്ട് പോയേണ്ടി വരും. ഈ കിഴക്ക് ഭാഗത്ത് ഫുൾ ഈ കോറൽസിൻ്റെ ആ ഒരു പാർട്ടിക്കിൾസ് ഒക്കെ ആയിരിക്കും. കോറൽസൊക്കെ എന്താ ബ്രേക്കായിട്ട് അതിങ്ങനെ അടിച്ചുകൂടി സീ ഷോറിൽ ഒക്കെ ആയിരിക്കും അത്. ഇന്നിവിടെ ഒരു നല്ല മഴക്കാറും ഉണ്ട്, പിന്നെ നല്ല കടലുമാണ്. അവിടെ അങ്ങ് അകലെ ഒരു ബോട്ട് കണ്ടോ, അതൊരു ഫിഷിംഗ് ബോട്ടാണ്. ഞങ്ങളിനി ഇവിടെ നിന്ന് തിരിച്ചു പോവാം. മഴ പെയ്യാൻ തുടങ്ങി, ചെറുതായിട്ടൊരു കാറ്റ്. ഞങ്ങൾ ഇവിടെ നിന്ന് പോവാന്ന് വിചാരിക്കുന്നു. ഈ ആ കാണുന്നതാണ് ഞങ്ങളുടെ ആ ഒരു നേവൽ ബീച്ച്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. പിന്നെ അവൻ്റെ പരിപാടി തുടങ്ങി. അവൻ ഇവിടെ വന്നിട്ട് ഈ ഒരു കാര്യം ചെയ്യാണ്ട് അവന് പോകാൻ പറ്റില്ല. അവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ള് ചായ ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെയുള്ള ഒരു ചെറിയൊരു ചായക്കടയിലൊക്കെ കയറി ചായയൊക്കെ കുടിച്ചു. ഇവിടെ കൂടുതൽ കാണാൻ പറ്റുന്നതാണ് ഈ ആടൊക്കെ. ഈ ഒരു ഭാഗത്താണ് ആൾക്കാരുടെ ആ വീടുകളിലൊക്കെ അവർ വളർത്തുന്ന ആടുകളൊക്കെയാണ് അതൊക്കെയും. അപ്പോൾ ഈ ബീച്ച് റോഡിലാണ് ഈ ആടുകളൊക്കെ ഫുള്ള് വിലസി നടക്കാറ്. അവൻ്റെ ഒരു സ്പ്രിംഗ് പൊട്ടാറ്റോ ആണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. ഇവിടെ വന്നിട്ട് അങ്ങനെ അധികം വെറൈറ്റി ഓഫ് ഫുഡ്സ് ഒന്നും അങ്ങനെ കിട്ടൂല. ചില സ്ഥലത്തൊക്കെ ഇതൊക്കെ കിട്ടും. പിന്നെ ഞങ്ങളുടെ നാടൻ സ്നാക്സ് ഒക്കെ ലഭ്യമാണ്. പക്ഷെ എല്ലായ്പ്പോഴും എല്ലാ സ്ഥലത്തും ഉണ്ടാവണമെന്നില്ല. സോ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇപ്പൊ അവസാനിക്കുകയാണ്. അതെ,
ആ ഒരു സൺസെറ്റ് കണ്ടോ? ഡെയിലി ഞങ്ങൾക്ക് കണ്ടാലും മതി വരില്ല. ഞങ്ങൾ നൈറ്റ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ഈസ്റ്റേൺ സിറ്റി ഒന്ന് കയറി വന്നാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വന്നാൽ നല്ല അടിപൊളിയാണ്. ആൾക്കാരൊക്കെ വന്നിട്ട് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു പാക്കറ്റ് ഇന്ന് വന്ന കപ്പലിൽ കൊടുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വന്നതാണ്. ഇതാണ് MV കോറൽസ്. എത്തിയ ഉടനെ ആദ്യം ആൾക്കാരെ ഇറക്കിയിട്ടായിരിക്കും പിന്നെ കാർഗോ ഇറക്കുക. അപ്പോൾ ഈ കാർഗോ ഇറക്കുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഞാൻ ആ പാക്കറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ക്രെയിനിലാ പോകുന്നത് എൻ്റെ ആ ഒരു പാക്കറ്റാണ്. അപ്പുറത്തെ ആ കപ്പലിൽ ഹാഫിസാണ് നിൽക്കുന്നത്, അത് ഹസ്ബൻഡ് അനിയനാണ്. അപ്പോൾ അവൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നാട്ടിലുണ്ടെങ്കിൽ അവൻ ഈ ഒരു പരിസരത്ത് എന്തായാലും ഉണ്ടാവും. അവൻ ഭയങ്കര ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ ഹാഫിസ് അല്ലെങ്കിൽ സാബിയ എന്ന് പറഞ്ഞാലായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് അറിയാം. ആ കൂടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇർഫാൻ. അവൻ്റെ കയ്യിലാണ് ഇത് ഏൽപ്പിക്കാനുള്ളത്. പിന്നെ ഈ താഴെ ഇപ്പം ഇറക്കി വെച്ചേക്കുവാണ് കാർഗോ. ചിലപ്പം ചില ഷിപ്പിൽ കാർഗോ ഉണ്ടാവില്ല, പാസഞ്ചേഴ്സ് മാത്രമായിരിക്കും. ഈ നമ്മുടെ നാട്ടിലൊക്കെ സാധനങ്ങൾ വരുന്നത് ഈ കാർഗോ കൊണ്ടുവരുമ്പോഴോ അല്ലെങ്കിൽ കാർഗോ ഷിപ്സൊക്കെ വരും, ആ ടൈമിലായിരിക്കും കാർഗോസൊക്കെ വരിക. ഇതാണ് കോറൽ ഷിപ്പ്, സെയിം ആസ് ലഗൂൺസ്. ഞാൻ ആ വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടോ, നല്ല ഭംഗിയൊക്കെ കാണാൻ. ഇതാണ് ഞങ്ങളുടെ ബെനിക്കോൺ ഐലൻഡ്. ഇപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല, എല്ലാവരും വെക്കേഷൻ ആയതുകൊണ്ട് കൊച്ചിയിൽ പോയിരിക്കുകയാണ്. ഇനി സ്കൂളൊക്കെ തുറക്കാറാകുമ്പോഴായിരിക്കും എല്ലാവരും വരുന്നത്. ഇതാണ് ഗേറ്റ്. പിന്നെ സ്കാനിങ് സെൻറ്ററാണ് ഈ ലെഫ്റ്റിൽ ഈ കാണുന്നത്. കപ്പലുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കയറാറായിട്ടില്ല, ആൾക്കാർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാർഗോ ഒക്കെ കയറ്റി കഴിയുമ്പോഴായിരിക്കും ഈ ആൾക്കാർക്ക് കയറാനുള്ള ടൈം ആവുക. അന്നേരം അവിടെ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ആ ഒരു കപ്പൽ കാണാനും നല്ല ഭംഗിയാണ്. ഫോൺ നമ്പർ ഇതാണ് ഇവിടുത്തെ ബീച്ച് റോഡ്. ഇവിടെ ആണെങ്കിൽ രാവിലെ വന്നിട്ട് മോർണിംഗ് വാക്കും ഈവനിങ് ആൾക്കാർ വന്നിട്ട് നടക്കലും ഒക്കെ ഇവിടെയാണ്. അപ്പം ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ മോനെ കൂട്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി. സൺസെറ്റിൽ ആ ഒരു ജെട്ടിയിൽ കയറാനായിട്ട് നല്ല അടിപൊളിയാണ്. ഇത് കണ്ടോളൂ, എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഫുൾ ആ ഒരു ഓറഞ്ച് ആയിട്ടാണ് ഇരിക്കുന്നത് ആകാശം മൊത്തം. ഈ കാണുന്ന ആൾക്കാരൊക്കെ ഈവനിങ് ആയപ്പോൾ വന്നേക്കുവാണ്. ഒരു 6 മണി വരെ ഓഫീസൊക്കെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം എല്ലാവരും ഫ്രീ ആണ്. അപ്പോൾ എല്ലാവരും ബീച്ചിലോ ജെട്ടിയിലോ അങ്ങനെ കറങ്ങാനായിട്ട് ഇറങ്ങും. ഇവിടെ എന്ന് പറയുന്നത് ഒരു റിലാക്സിങ് ടൈം ഉണ്ട്. എല്ലാവരും എന്താ പറയുക, ഭയങ്കര തിരക്കായിട്ട് ഫാസ്റ്റ് ആയിട്ടൊന്നുമല്ല. നമുക്ക് റിലാക്സ് ചെയ്ത് ജോലി ചെയ്യാം. ഇതുപോലെ ആ ഒരു ബ്ലൂ ആയിട്ട് ഓറഞ്ച് എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു സ്കൈ കാണാൻ. പിന്നെ ദേ ഈ കാണുന്നതാണ് ഇവിടെ ഡീസലൈനേഷൻ പ്ലാന്റ്. വെള്ളം ശുദ്ധീകരിക്കുന്ന ആ ഒരു പ്ലാന്റ് ഉള്ളത് അവിടെയാണ്. കടൽ വെള്ളം എടുത്ത് ശുദ്ധീകരിച്ചിട്ട് കുടിവെള്ളമാക്കിയിട്ട് സപ്ലൈ ചെയ്യുന്നതാണ്. Kakabaingeni bibuna de baki koche kagina farangi guna stay back with fight with fire bag and dakam puna la mehuri kamasha menge kan puri mati mi guri hadu wastake biru ka vesnu deke me bel bel mutti punani Side rotate kametti punani rangala shek
ഇപ്പം ആ ഒരു ബാക്ക് ഷീറ്റ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ് ഹോൾട്ട കോംപ്ലക്സ്. പിന്നെ ഇതാണ് ഇവിടുത്തെ ആദ്യമേ ഉണ്ടായിരുന്ന സിറ്റി. ഇത് പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. ഈ ജീപ്പ് വെച്ചിരിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഇവരുടെ കടയുടെ മുമ്പിൽ വെച്ചിട്ടാണ്. ഇവിടെയാണ് പ്ലേസ് ഉള്ളത് വെക്കാനായിട്ട് കുറച്ച് കൂടുതൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഇതൊക്കെ നടക്കുന്നത് അത് ഈ വെസ്റ്റേൺ ജെട്ടിന്ന് ഇറങ്ങി വരുമ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കടയാണ് ഇവരുടെ. ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാൻ പറ്റും. പിന്നെ ഇത് വേറൊരു ജീപ്പ്. ഇത് മോഡിഫൈഡ് ചെയ്തിരിക്കുന്ന ഒരു ജീപ്പാണ്. ഇത് അടിപൊളിയാണ്. ഫ്രണ്ടിൻ്റെ ജീപ്പാണ്. അതൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നാലും വളരെ താങ്ക്സ് കേട്ടോ. ആളുടെ പേര് അസ്ലം എന്നാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ ജീപ്പും ഒരു ഫ്രണ്ടിൻ്റെ ആണ്. കാനറ ബാങ്ക് മാനേജറിൻ്റെ ആണ്. എപ്പിക് താങ്ക്സ്. പിന്നെ ഇതും മോഡിഫൈ ചെയ്യാനായിട്ട് ആള് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. മൺസൂൺ കഴിഞ്ഞിട്ട് ചിലയിച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഈ ജീപ്പിൽ ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക് ഇടുമ്പം ഇതിലേക്ക് ചാടുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ ഈ ജീപ്പിൽ കയറുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. കാരണം എങ്ങനെ ചാടി വീണ് പോയാലോ എന്നുള്ളൊരു ഇത് കണ്ടോ. ഇതാണ് ഈസ്റ്റേൺ ജെട്ടിയിൽ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ കാണുന്ന ഇവിടെ നല്ല എന്താ പറയുക കുറേ മീനുകൾ ഇങ്ങനെ കാണാൻ പറ്റും. കുറേ ആൾക്കാർ വന്നിട്ട് ഫിഷിങ് ചെയ്യുന്നതും കാണാൻ പറ്റും. ഒത്തിരി ആൾക്കാർക്ക് കിട്ടാറുമുണ്ട്. അപ്പം ഞങ്ങൾ ചോദിച്ചപ്പം ഇവർ പറയുന്നത് ഈ എല്ലാം കഴിക്കാൻ പറ്റുന്ന മീനല്ല. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കുറേ മീനൊക്കെ ഉണ്ടാവും കഴിക്കാൻ പറ്റില്ല. കണ്ടില്ലേ, ഇത് ഈ തിരമാല വന്നിട്ട് നമ്മുടെ ഈ ബ്രിഡ്ജിന്റെ താഴെയുള്ള തൂണിൽ ഇടിച്ചിട്ടുള്ള ആ ഒരു സൗണ്ടാണ് ഈ കേൾക്കുന്നത്. ഈ സൗണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ നിന്നാൽ തന്നെ ഈ സൗണ്ട് കേൾക്കാൻ പറ്റും. അധികം ആൾക്കാരില്ലെങ്കിൽ സൗണ്ട് പൊല്യൂഷൻ ഒന്നും ഇല്ലെങ്കിൽ നൈറ്റ് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ഇത് നല്ല ആക്ച്വലി കടൽ ഹൈ ടൈഡ് ആകുമ്പോഴാണ് ഈ ഒരു ഇതൊക്കെ സൗണ്ടൊക്കെ കൂടുതൽ കേൾക്കാറ്. ഈ വേവ്സ് ഒന്നും അല്ല, ഇവിടെ മൺസൂൺ ആകുമ്പം ഇതിലും വലിയ സ്ട്രോങ് ആയിട്ടുള്ള വേവ്സ് ഒക്കെ ആയിരിക്കും. ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് മൺസൂണിൻ്റെ. ഈ വരുന്ന സൗണ്ട് കേട്ടോ, ഇങ്ങനെ വന്നിട്ട് ഇതിലും വലിയ വേവ്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു നിൽക്കുന്ന സ്ഥലവുമായിട്ട് ഈ സെയിം ഹൈറ്റിൽ വരുന്ന വേവ്സും ഉണ്ടാവും. പിന്നെ ആ ടൈമിലൊക്കെ സർഫിങ്ങിനൊക്കെ നല്ല അടിപൊളിയായിരിക്കും സർഫിങ് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ ഈ ഒരു സൗണ്ടും കൂടി ആയാൽ പിന്നെ പറയണോ, ഇവിടെ വന്നിട്ട് കുറച്ച് ഈ കാറ്റും പിന്നെ ഇതൊക്കെ കണ്ട് നിറയുമ്പോൾ മനസ്സും നിറയുമ്പോൾ കിടന്നോളും. എന്താ പറയുക, ഇവിടെ അങ്ങനെയാണ് ഇവിടുത്തെ ലൈഫൊക്കെ. പിന്നെ മെയ് പകുതി ആകുമ്പോഴത്തേക്ക് ഇവിടെ മൺസൂൺ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ
അപ്പോൾ അധികം ഷിപ്സ് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ നിന്ന് വേറെ ഐലൻഡിലേക്ക് പോകണമെങ്കിൽ ചിലപ്പോൾ കൊച്ചിയിൽ ചെന്നിട്ടായിരിക്കും ഞങ്ങൾക്ക് പോകേണ്ടത്. ഇനി ഷിപ്പൊക്കെ ആണെങ്കിൽ പോലും ഷെഡ്യൂൾഡ് ടൈമിൽ അവർക്ക് റൺ ചെയ്യാൻ പോലും ചിലപ്പോൾ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ. ഇതിന്ന് ഈ ജീപ്പും കൊണ്ട് കയറാനായിട്ട് പേടി ചെറുതായി. കാരണം ഇത് ബ്രേക്ക് ഇടുമ്പോൾ ലെഫ്റ്റിലേക്ക് പോവായിരുന്നു. അപ്പം ഇനി തിരിക്കുമ്പം ഇനി വല്ലതും ഇനി എങ്ങനെ കടലിലേക്ക് പോയാലോ എന്നുള്ളൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എൻ്റെ കസിന് നല്ല പേടിയായിട്ടാണ് ഇരിക്കുന്നത്. അവന് ചാടും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അവന് ഭയങ്കര പേടിയാ. വണ്ടി അവിടെ നിന്ന് ടേൺ ചെയ്ത് എടുത്തപ്പോഴാണ് ഞങ്ങൾക്കൊരു സമാധാനമായി. പക്ഷെ നല്ല രസമാണ്, അടിപൊളിയാണ്. ചില സമയത്ത് എന്താ പറയുക, അങ്ങനെ ചെറിയ ചെറിയ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം എന്താ പറയുക, നമുക്ക് പേടിക്ക് മാറുമല്ലോ. ഇനി ഇവിടെ കോഴി ബീച്ചിലേക്ക്. ഇതാണ് ഇവിടുത്തെ കോഴി ബീച്ച്. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവും ഈ ടൈം ആയാലും നൈറ്റ് 1 മണി വരെ ആൾക്കാർ കാറ്റ് കൊള്ളാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഐലൻഡ് ട്രിപ്പ് ഇന്നത്തേക്ക് അവസാനിച്ചിരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് നൈറ്റ് ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഇനിയും ഞങ്ങളുടെ വീഡിയോസ് വരുന്നതായിരിക്കും. ഡു സപ്പോർട്ട്. ബൈ ബൈ.